ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ അച്ഛനും മോനൊക്കെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇവര് കളി കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് അർജന്റീനയും ബ്രസീലും അല്ലായിരുന്നു ചോട്ട് കളി? അർജന്റീനയും ബ്രസീലിന്റെയും കളി കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റു. അർജന്റീന ജയിച്ചു. ആണോ? നീ എത്ര മണിക്ക് എഴുന്നേറ്റടാ? ഞാൻ 5:28 എണീച്ചിട്ട് അച്ഛനെ വിളിച്ചു. അപ്പൊ ഇവര് എഴുന്നേറ്റു കേട്ടോ. ഞാൻ എഴുന്നേറ്റില്ല. ഇവര് എഴുന്നേറ്റ് സൗണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ആക്ച്വലി വിചാരിച്ചത്, എന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാനും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട്, ഇപ്പൊ കർക്കിടകമൊക്കെ തുടങ്ങുകയല്ലേ, അപ്പൊ ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ ചെയ്യണല്ലോ. അപ്പൊ ഇനി എനിക്ക് കർക്കിടക സീരീസ് തുടങ്ങിക്കഴിഞ്ഞാല് എനിക്ക് അങ്ങനെ എല്ലാം കൂടെ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നലെ ഞങ്ങള് ലുഡോ ഒക്കെ കളിച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ സൺഡേ അല്ലേ, ലേസി ഡേ എന്ന് പറഞ്ഞ മാതിരി കുറച്ച് ലേറ്റ് ആവാൻ വിചാരിച്ചു. പക്ഷെ രാവിലെ ഒട്ടും പൊങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സമയം 9 മണിയാവാറായിട്ടോ. അത്രയും ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ തുടങ്ങുകയാണ്. അപ്പൊ ഓരോ ദിവസം ഓരോ പോലെയാണ് എന്ന് പറഞ്ഞത് മാതിരിയാണ്. അപ്പൊ ഇന്ന് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഒരുപാട് ഈസി പീസി ആണ്. അപ്പം ബ്രെഡാണ് ഇന്ന് രാവിലെ. അപ്പൊ അതുകൊണ്ട് പിന്നെ വെച്ച് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാം. വലിയ പണിയില്ലല്ലോ, പെട്ടെന്ന് കഴിയുമല്ലോ സംഭവം. ലഞ്ചിന് ഞാൻ വിചാരിക്കുക ഗീ റൈസും ചിക്കൻ ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഇതാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ് ഉണ്ട്. അപ്പൊ ഇന്ന് കുക്കിങ്ങിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട വിചാരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാ വിചാരിച്ചത്. ഇന്ന് പിന്നെ സൺഡേ കൂടി ആണല്ലോ, അപ്പൊ ശിശോപേട്ടനും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പൊ ഇനി നമുക്ക് സംസാരിക്കണ്ട, കാണാം അല്ലെ ഓരോരോന്നായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാൻ മുടിയൊക്കെ കൈകൊണ്ട് തന്നെ ഒന്ന് പുറകിലോട്ട് ചീകി കെട്ടി വെക്കുകയാണ്. റൂമിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല പോസിറ്റീവ് എനർജി തരുന്ന രീതിയിൽ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അച്ഛനും മോനും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിന്ന് വളരെ ലേറ്റ് ആയത് കാരണം ചോട്ടൊന്ന് ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെള്ളമൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് ഉണ്ടാക്കാറുള്ളത്. ചോട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ ചായ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ചായ ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കാണാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് കയറും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. ഇതെൻ്റെ ഒരു റൂട്ടീൻ ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് രാവിലെയും രാത്രിയും ചെയ്യാറുണ്ട്. നിങ്ങൾ പല്ല് തേക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. എൻ്റെ പല്ല് കുറച്ച് പൊങ്ങിയ സമയത്ത് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഓംലെറ്റ് അല്ല ഉണ്ടാക്കുന്നത്, എഗ് ബുർജി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതാകുമ്പോൾ കുറച്ചുകൂടെ ബ്രെഡിന് കഴിക്കാൻ കുറച്ചുകൂടെ നല്ലതാ. നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബ്രെഡ് ഞാൻ സ്റ്റീമൊന്നും കയറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ശിശുവേട്ടൻ ഞാൻ ഇവിടെ ഈ എഗ് ബുർജി ഉണ്ടാക്കുന്ന സമയത്തേക്ക് ശിശുവേട്ടൻ പ്ലേറ്റ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണ്. അപ്പൊ ചോട്ടും ശിശുവേട്ടനും കൂടാണ് അത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ഞാനിത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയ 2 സവോളയും അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, 3 മുട്ട, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറിയ ചീരാമുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇടുന്ന സമയത്ത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നല്ല വലിയ മുളക് കീറിയിടുന്നതാണ് നല്ലത്. അപ്പോൾ ചോട്ടും അത്യാവശ്യം മുളകൊക്കെ കഴിക്കാൻ തുടങ്ങി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് വരണ്ട, ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി ഉള്ളി. അതാണ് അതിന് സ്വാദ് ഉണ്ടാവുക. 3 പേരാണ് ഞങ്ങളുള്ളത്, അതുകൊണ്ട് തന്നെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കും. അധിക പേരും ഉണ്ടാക്കുന്നവർ തന്നെയായിരിക്കും. എഗ് ബുർജി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്. നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന. ഇനി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി കൂടി ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ മുട്ട വലിയ കഷ്ണങ്ങളാവരുത്, ചെറിയ ചെറിയ പീസാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തവയുടെ വെക്കുന്ന സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ കുറച്ചു കാലമായിട്ട് താഴെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. കൈകാൽ മുട്ടൊന്നും വളയ്ക്കാൻ പറ്റാത്തവർക്കൊക്കെ, ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതൊന്ന് ശീലാക്കി നോക്കും. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടല്ലേ കഴിക്കുന്നത്.
അപ്പൊ അങ്ങനെ അപ്പൊ ചോട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പാത്രമൊക്കെ കൊണ്ടുവയ്ക്കും, അവൻ കഴിച്ച പ്ലേറ്റ് ഒക്കെ കഴുകി വെക്കാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ സൺഡേ അല്ലേ, അപ്പൊ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എന്താ അലക്കിയിട്ടതൊക്കെ ഒന്ന് ആറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വെറുതെ ആയിരുന്നു വേണം പറയാനായിട്ട്. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൂവി കണ്ടതിന് ശേഷം അല്ലെ ശിശോപേട്ടന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിരണമെന്ന് തോന്നിയത്. അത് ശിശോപേട്ടന് നല്ല ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമയല്ലേ? എന്ത് നോണ പറയുന്നു ശിശോപേട്ട. അതിനുശേഷമാണ് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കുറച്ച് ഒരു ഇൻഫ്ലുവൻസ് ആ ഫിലിം ശിശോപേട്ട ചെയ്തില്ല. കള്ളത്തിലാണ് കേട്ടോ ഇത്. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്ത് കള്ളത്തിലാണ് ഇത്. ഇത് ഒരുമാതിരി പറയാനുള്ള ഒരു എന്താ പറയാ സമ്മതിക്കാനുള്ള ഒരു വൈക്ലഭ്യല്ല എന്തോ ഒന്നാണ് ശിശോപേട്ട. അതിന്റെ മുന്നേ എനിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചെലവി തരണ്ടായിരുന്നു. വല്ലപ്പോഴും ഞാൻ പറഞ്ഞാൽ കുറച്ച് പാത്രമൊക്കെ കഴുകി തരും. അല്ലാതെ ഒന്നും വലിയ ഹെൽപ്പ് ഒന്നും ചെയ്യാറില്ലേ. ആ ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് ഉള്ളി അറിയാം. ഉള്ളി അരിഞ്ഞോട്ടെ, വല്ലപ്പോഴൊക്കെ ഇത് ചെയ്യുന്നതല്ലേ, ഒരു സൺഡേ കിട്ടുന്ന ദിവസമല്ലേ അല്ലേ? ഒന്ന് ആ ക്യാമറയിലേക്ക് നോക്കോ. ഞാൻ വീഡിയോ ചെയ്യില്ല വിചാരിച്ചു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങൾ വിചാരിക്കരുത് ഇതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുമ്പോൾ നമ്മൾ ലൈഫിൽ എല്ലാ ദിവസവും കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും വിചാരിക്കരുത്. ഞാനും ശിശുപേട്ടനും കൂടി നല്ല അടി ഉണ്ടാക്കാറുണ്ട്. ശിശുപേട്ടനെ ചീത്ത പറയാറുണ്ട്. ഞാനിരുന്ന് മോങ്ങി കരയാറുണ്ട്. ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ചിലപ്പോ അതൊന്നും ഡേ ഇൻ മൈ ലൈഫിൽ അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വിഷ്വലായിട്ട് കാണിക്കാറില്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ ശിശോപേട്ടന് ഞാനും കൂടി അപ്പൊ ശിശോപേട്ടന് ഞാനും കൂടി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. ഞാനിപ്പോ ഇരുന്ന് മൂങ്ങി കരഞ്ഞൊക്കെ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ക്യാമറയിൽ എടുത്തത് ഫോണിലാണ് എടുക്കുന്നത്. അത് ഫുൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ ശിശോപേട്ടൻ അത് റീസൈക്കിൾ ബിന്നിൽ പൊക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ ഇപ്പൊ എന്നെ മൂടൊക്കെ ശരിയാക്കിയിട്ട് ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കാം. അപ്പൊ ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കാണ്. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ ഇങ്ങനെ പറയാനുള്ളത് തുറന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പലപ്പോഴും നമ്മളിങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇവരൊക്കെ എന്ത് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയൊന്നല്ല. ലൈഫിൽ എല്ലാവർക്കും വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് എല്ലാവരും ഫുൾ ടൈം ഹാപ്പി ആയിട്ടൊന്നല്ല പോകുന്നത് എന്നുള്ളതാണ്. പിന്നെന്താ വെച്ചാൽ ഒരാൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് വന്നിട്ട് അത് തിരിച്ച് അത് ഓക്കെ ആക്കി എടുക്കാനുള്ള ഒരു കഴിവും കൂടി വേണമെന്നുള്ളതാണ്. ഞാൻ പോയി അവിടെ വിഷമിച്ചിരുന്നപ്പോ ശിശുപേട്ടൻ പുറകെ വന്നിട്ട് എന്നെ മൂഡ് ഓക്കെ ആക്കി കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കേണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു മനസ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ലതാ അല്ലേ? സ്ഥിരമായിട്ട് ശിശുപേട്ടനൊന്നല്ല കോംപ്രമൈസ് ചെയ്യാനുള്ളത്. പിന്നെ എന്റെ സൈഡിലാണ് കംപ്ലീറ്റ് മിസ്റ്റേക്സ് എനിക്ക് കംപ്ലീറ്റ് ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ വരും. ഇതില്ലാതെ ചില സമയത്ത് ശിശുപേട്ടന് 100% ശിശുപേട്ടന് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ശിശുപേട്ടൻ ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കും. അങ്ങനെയല്ല ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇത്ര പറഞ്ഞല്ലോ ഞാൻ സ്കിപ്പ് ചെയ്താണ്. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫിൽ ഒരു ദിവസം മുഴുവൻ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ കട്ട് ചെയ്യാതെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ പോയിട്ട് മണിക്കൂറുകളോളം വേണ്ടി വരും ഈ വീഡിയോ തീരണം എന്നുണ്ടെങ്കിലാണ് അല്ലേ? അപ്പൊ സവോള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്ന് ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഒന്നും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു അച്ഛനും മോനും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുകയാണ്. അർജന്റീനയും ബ്രസീൽ. അർജന്റീനയും ജയിച്ചു അല്ലേ? ചോട്ടോ അലാറൊന്നും വെക്കാതെ എഴുന്നേറ്റിട്ടോ ചോട്ടോ. ഞങ്ങളോ? വാ നീയാണോ എഴുന്നേറ്റത്? നീയല്ലേ? ഞാൻ ആണ് ആദ്യം രാവിലെ 5:28 കറക്റ്റ് സമയം ഞാൻ നോക്കി വെച്ച 5:28 എണീച്ചിട്ടാണ് അച്ഛനെ വിളിച്ചത്. അച്ഛൻ പറഞ്ഞ എന്താ ഞങ്ങളല്ല കേട്ടോ.
ശിശുവേട്ട 6 മണിക്ക് എഴുന്നേൽക്കാന്ന് വിചാരിച്ച് അലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോട്ടു അങ്ങനെ അങ്ങ് എഴുന്നേറ്റ് പോയി. ഇപ്പൊ ശിശുവേട്ട പറയായിരുന്നു ചോട്ടു അലാം ഒന്നും വെക്കാതെ തന്നെ കറക്റ്റ് ഇവനെ എഴുന്നേറ്റു എന്നുള്ളത്. പിന്നെ ഇവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് കളിയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോ ഞാൻ കത്തി അടിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ്, ഞാനിതൊന്നും കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഞാനത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കാം. അപ്പൊ ചില ആൾക്കാരുടെയൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ലതാന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഡേ ഇൻ മൈ ലൈഫില് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വിഷ്വൽ അങ്ങനൊന്നുമില്ല. നമ്മളെ വീട്ടിൽ എന്താണോ സംഭവം നടക്കുന്നത് അതുപോലെ ക്യാപ്ചർ ചെയ്യാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു. അപ്പൊ ശരിക്കും നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. അപ്പൊ അച്ഛനും മോനും കൂടെ തകൃതിയായിട്ട് ഇങ്ങനെ കാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാർ വാഷിന് കൊടുക്കാറാണ് പതിവ്. ഇന്നിപ്പോ സൺഡേ ആണ്. പിന്നെ ലോക്ക്ഡൌണിന് ശേഷം ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒന്നും ദിവസമൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ പ്രോപ്പറായിട്ട്. അതിന് കൊടുക്കുകയാണെങ്കിൽ സുഖമാണ്. ശിശുവേട്ടൻ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴുകാറൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ചോട്ടുവിന് വെള്ളം കണ്ട അത്രയും സന്തോഷമാണ്. രണ്ടുപേരും കൂടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബോട്ടിൽ കുറെ പേര് ചോദിച്ചിരുന്നു. പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഈ ബോട്ടിലിന്റെ ലിങ്ക്. ഏകദേശം ഒരു 2 ലിറ്റർ 2,200ഓളം ലിറ്റർ വെള്ളം അതിനകത്ത് കൊള്ളും. അപ്പൊ നമുക്ക് ആ ഒരു അളവ് കിട്ടും കുടിക്കുന്ന വെള്ളത്തിനൊക്കെ. ഇനി ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം എടുക്കുകയാണ് അലക്കാനായിട്ട്. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ മഴ പെയ്യുന്നൊന്നുമില്ല. അപ്പൊ ഞാനൊന്ന് ഉണങ്ങി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലെല്ലാം മെഷീനിലേക്ക് ഇടുകയാണ്. പക്ഷെ അത് വലിയ അബദ്ധമായി പോയി എന്നുള്ളതാണ് സത്യം. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ മഴയും കൊണ്ടു. ഇനി ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് കഴുകാനായിട്ട് നിൽക്കുവാണ്. ഈ സമയത്ത് അധികം എനിക്ക് എന്തെങ്കിലും അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്തോ വലിയ പണികളൊക്കെ ഉള്ള സമയത്ത് ഞാൻ അധികം ബ്ലൂടൂത്ത് ഇയർഫോൺ കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കും. എന്നിട്ടാണ് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നില്ല. ചിലപ്പോൾ ശിശുവേട്ടനൊക്കെ പുറത്ത് വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല രസമാട്ടോ. എനിവേ, നമുക്കിനി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരു നാടൻ ടേസ്റ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. 1 കിലോ ചിക്കനിലേക്ക് ഞാനിവിടെ ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 സ്പൂൺ എന്ന് പറയുമ്പം അത്യാവശ്യം വലുപ്പമുള്ള സ്പൂൺ തന്നെ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞങ്ങൾക്ക് ഇവിടെ എരിവ് വേണം കേട്ടോ എല്ലാവർക്കും. പിന്നെ 1 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ചിക്കന്റെ മുകളിലേക്ക് തിരുമി പിടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നന്നായിട്ട് എല്ലാ സ്പൈസസും പിടിക്കും കേട്ടോ. മസാലയ്ക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഗീ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കാണ് റൈസ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് ഞങ്ങൾക്ക് പക്ക കറക്റ്റാണ്. കൂടുതലും ഉണ്ടാവില്ല, കുറവും ഉണ്ടാവില്ല, പക്കയായിരിക്കും. അത് നന്നായിട്ട് കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അവിടെ കുതിരാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ടത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി, ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചി, ഒരു ഫുൾ വലുപ്പമുള്ള വെളുത്തുള്ളി. അതിനെ അല്ലികളാക്കി നമുക്ക് അതിനകത്തേക്ക് ഇടാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ കുക്കറിലാണ് ചിക്കൻ വെക്കാൻ പോകുന്നത്. പലരും പറയും കുക്കറിൽ ചിക്കൻ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇനി കുക്കർ വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കൈക്കുമ്പിളിൽ നിറയെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരെ ഇട്ട് കൊടുക്കുന്ന സവോളയാണ്. ഞാൻ 1 കിലോ ചിക്കനിലേക്ക് ഏകദേശം 1 കിലോ സവോള തന്നെ എടുക്കാറുണ്ട്. ഏകദേശമാണ് കേട്ടോ ഞാൻ പറയുന്നത്, തൂക്കി നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും നന്നായിട്ട് സവോള എടുക്കാറുണ്ട്. ഇനി ഈ ഒരു കറിവേപ്പിലയും സവോളയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ക്ഷമിക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ചകചകചകചകന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി എന്താ നമുക്ക് വേണ്ടേ? തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പേസ്റ്റ് ആക്കി അരച്ചെടുത്തില്ല. ഇത് കണ്ടോ, ഇത്രയും പട്ടുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ പിന്നെ എന്താ ചേർക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ സവോള എല്ലാം ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പട്ടയും പൂവും ഏലക്കായും കൂടി ഞാൻ വീട്ടിൽ പൊടിച്ചു വെച്ചതാ, വേറെ ഒന്നുമില്ല കേട്ടോ. അതിന്റെ പൊടി ഒരു 2-3 പിഞ്ച്, അതുപോലെ തന്നെ 2-3 പിഞ്ച് കുരുമുളക് പൊടി. ഇത് മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ അടിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിടാം.
ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. കുറേ സമയമൊന്നും വെയിറ്റ് ചെയ്ത് കുക്കറിന് വിസിൽ പോകുന്ന ആ ഒരു സമയം വരെ മാത്രം മതി. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അവിടെ നമുക്ക് ചിക്കൻ അവിടെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 1 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് കുക്കറിൽ ഗീ റൈസ് വെക്കുമ്പോൾ ഒരു 1.25 ഗ്ലാസ് മതിയാവും വെള്ളം. 1.25 തന്നെ പ്രോപ്പർ വേണമെന്നില്ല, 1.25 കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പട്ടയും പൂവും ഏലക്കായും ആണ് ഇടേണ്ടത്. ഏലക്കായ ഞാൻ എടുത്തു വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ നേരം നോക്കുമ്പോൾ അതെന്തോ വാനിഷ് ആയത് മാതിരി അത് കാണുന്നുണ്ടായിരുന്നില്ല. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടി കേട്ടോ. ഏലക്കായ കൂടെ ഇടണം. അപ്പോൾ ഒരു 2-3 പീസ് പട്ട, ഒരു 4 പീസ് ഏലക്കായ, അതുപോലെ തന്നെ പൂവ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഇവിടെ ഒരു പാൻ വെച്ചിട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഇത്രയും വലുപ്പമുള്ള ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുമ്മാ ഒന്ന് വഴറ്റിയാൽ മതി, ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ വഴറ്റിയ ഈ സവോള ഉണ്ടല്ലോ അത് ഈ റൈസ് കുക്കറിന്റെ ഈ ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും തന്നെ ഏകദേശം വെള്ളം ഇങ്ങനെ തിളച്ചു വരുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ജീരകശാല അരിനെ അതിലുള്ള വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഈ അരി നേരത്തെ നമ്മൾ വറുത്ത് ആ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനകത്ത് ഓൾറെഡി നെയ്യിന്റെ ചെറിയ കണ്ടന്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഈ അരി ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് അരി ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നെയ്ച്ചോറ് നന്നായിട്ട് ഇങ്ങനെ ഓരോരോ അരി വിട്ട് നിൽക്കും. കൈ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുക. അപ്പം ഇളം ചൂടാക്കി എടുത്താൽ മതി, അല്ലാതെ വല്ലാതെ വറുത്ത് കോരൊന്നും വേണ്ട. ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വറുത്ത അരിയെല്ലാം കൂടെ നമുക്ക് ഈ ചെമ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചെമ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് നോക്കാം അരിയിൽ ഉപ്പ് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്താന്നുള്ളത്. കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് പക്കയാണ് കേട്ടോ, അരിയുടെ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇളക്കരുത്. ഇത് നല്ല സോഫ്റ്റ് ഗീ റൈസ് കിട്ടാൻ വേണ്ടി എനിക്കൊരു വെപ്പുകാരൻ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ തിളയ്ക്കുന്ന സമയത്ത് ഗ്യാസൊക്കെ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇത്രയേ പണിയുള്ളൂ ഗീ റൈസ് വെക്കാനായിട്ട്. നല്ല കിഡിലൻ സോഫ്റ്റ് ഗീ റൈസ് റെഡിയാണ്. ഈ സമയമായപ്പോഴേക്കും തന്നെ ഞാൻ കുക്കർ തുറന്നു. നമ്മൾ ഒരുപാട് സമയം കുക്കർ അതിനകത്ത് തന്നെ ഇടാൻ അനുവദിക്കരുത്. അപ്പോഴാണ് ചിക്കൻ ഒരുപാട് വെന്തലിഞ്ഞ് അതിന്റെ ടേസ്റ്റ് മാറുക. അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി നിങ്ങൾ സെർവ് ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്തിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തിനാ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുക്കർ ഈ ചിക്കൻ വെന്ത വെള്ളമൊക്കെ ആയിരിക്കും മുകളിലുണ്ടാവുക, മസാലയൊക്കെ അടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കൈക്കുമ്പിൾ നിറയെ മല്ലിച്ചപ്പിന്റെ ഇല ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പിന്റെ ഇല ചിക്കനിൽ നല്ല സ്വാദായിരിക്കും. ഇനി ചിക്കൻ ഉടയാതെ, ഞാനിത് സ്പീഡ് കൂട്ടി വെച്ചോണ്ടാട്ടോ, ചിക്കൻ ഉടയാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പൊ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. നിങ്ങൾ ഈ സാലഡ് ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാലഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് എന്റെ ഒരു നിഗമനം കേട്ടോ. അപ്പൊ കുറച്ച് തൈര്, കട്ടത്തൈര്, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു ഹാഫ് അനാറാണ് എടുത്തിട്ടുള്ളത്, ഊർമാമ്പഴം. അപ്പൊ ഇതുപോലെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക. ഞാൻ പറഞ്ഞല്ലോ ഒരു ഊർമാമ്പഴത്തിന്റെ പകുതിയോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചുമ്മാ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. ഇത് നല്ല സ്വാദാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചോട്ടും ശിശുവെണ്ണും വലിയ പ്രിയമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ചോട്ടു നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ശിശോപേട്ടനും ചോട്ടും കൂടി എന്തോ സംസാരിച്ച് എന്തോ വെള്ളത്തിലോ ചളിയിലോ കളിച്ചതിന് എന്തോ ചീത്ത പറഞ്ഞതിന് പോയി കിടന്നതാണ്. ആ കിടന്നതിന് ശേഷം പിന്നെ അവനെ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മെഷീനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിശോപേട്ടൻ ആറിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ചോട്ടപ്പി വാവേ, കുഞ്ഞാറ്റെ പിണങ്ങി കിടന്നുറങ്ങുന്ന ഒരാളെ നോക്ക്, പിണങ്ങി കിടന്നുറങ്ങുന്ന ഒരു കുട്ടീനെ നോക്ക്, പിണങ്ങി കിടന്നുറങ്ങുന്ന കുട്ടീനെ നോക്ക്. എന്തിനാ പിണക്കം? എന്തിനാ ചോട്ടാപ്പി? എന്തിനാ പിണക്കം? എന്തിനാ പിണക്കം? വീഴു. അപ്പൊ ഞാൻ പെട്ടെന്ന് ക്ലീനിങ് ചെയ്യട്ടെ. ഇപ്പൊ തന്നെ നല്ല സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഉച്ച 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിക്കണ്ടേ. അപ്പൊ ഞാൻ വേഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത് കണ്ടോ നിങ്ങൾ, സോഫയുടെ ഈ ഒരു അടിഭാഗമൊക്കെ ഇങ്ങനെ ഫ്ലോർ ടച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഡെയിലി നമുക്ക് ചൂല അകത്തോട്ടിട്ട് അടിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാനൊരു മാസത്തിലോ അല്ല 2-3 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്താണ് അങ്ങനെ നീക്കി അടിക്കാറുള്ളത്. അപ്പൊ ഇന്ന് ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ആ പണിക്ക് ഇന്ന് പോയില്ല എന്നുള്ളതാണ്.
അപ്പൊ ഞാനിതാ അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മോപ്പാണ്, ആക്ച്വലി ഇതൊരു കോട്ടൺ മോപ്പാണ്. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ അടിച്ചു വാരിയാൽ തന്നെ തുടച്ചതിന് സമമാണ്. നല്ല രീതിയിൽ അത് ക്ലീൻ ആവും എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പാറ്റേൺ കാണുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബൈ ആണ്. ഈ ഒരു മാറ്റ് ഞാൻ നമ്മുടെ ഇവിടുന്ന് ലോക്കലായിട്ട് വാങ്ങിയതാണ്, ഓൺലൈൻ പർച്ചേസ് ഒന്നല്ല. ആമസോണിൽ ഞാൻ പക്ഷേ ഇതേ പാറ്റേൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്ന് വാങ്ങി നോക്കട്ടെ, എന്നിട്ട് ഞാൻ ലിങ്ക് തരാം. അത് സെയിം തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു മോപ്പ് ഞാൻ ആമസോണിൽ വാങ്ങിച്ച ഭയങ്കര യൂസ്ഫുൾ ആണ്. ശരിക്കും ക്ലീൻ ചെയ്യുന്നത് ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മോപ്പ് യൂസ് ചെയ്ത് നോക്കും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ക്ലീൻ ആണ്, നല്ല നീറ്റ് ആവും, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പകുതി ഭാരം ഒഴിഞ്ഞ പോലെ തോന്നും കേട്ടോ. മറ്റത് ഭയങ്കര വെയിറ്റ് ആണ്. ഇത് പിന്നെ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ എത്ര കാലം ഇതിന്റെ ഡ്യൂറബിലിറ്റിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല, നോക്കിയിട്ട് പറയാം. എന്തായാലും ഞാൻ വാങ്ങിയിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഈ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ ഏകദേശ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിനി ഒന്ന് കുളിക്കാൻ പോവാണ്. ഇന്ന് നല്ല ലേറ്റായി കുളിക്കാനായിട്ട്. പിന്നെ ഞാനിന്ന് തല കുളിക്കുന്നില്ല. ഇന്നലെ ഞാൻ നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് നന്നായിട്ട് ഹെയർ നന്നായിട്ട് പരിപാലിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് തല കുളിക്കുന്നില്ല വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകിയിട്ട് വരാം. പിന്നെന്താ, പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാൻസ് ഫീൽഡിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിപ്പം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ വിചാരിച്ചത് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിൻഡോസ് ഒക്കെ ഉണ്ടാവില്ല, വിൻഡോസ് ഒക്കെ പൊടി തട്ടുക, അതുപോലെ തന്നെ സോഫ ഒക്കെ മാറ്റിയിട്ട്. ഇപ്പൊ സോഫയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്ന സോഫയാണ്. അപ്പം എപ്പോഴും ചൂലിട്ടിട്ട് അങ്ങോട്ട് ഉള്ളോട്ട് അടിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് സോഫയൊക്കെ ഫുൾ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് അടിച്ചു വരാറുള്ളത്. പിന്നെ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം ആ പരിപാടികളൊക്കെ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ ഇന്നിപ്പം ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം ഒന്ന് പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കട്ടെ. അവർക്ക് വിശക്കുന്നുണ്ടാവും. ഇന്ന് രാവിലെ ബ്രെഡ് അല്ലേ കഴിച്ചത്, അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. ശിശുപേണ്ണ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിന്ന് ഒരു സാട്ടക്കുട്ടു കാക്കപ്പുള്ളി കുളിച്ചിട്ട് ഇങ്ങനെ വന്നത് കാട്. ഞാനിന്ന് സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്തില്ല. രാവിലെ ഓയിൽ മസാജ് ചെയ്തു എന്നല്ലാതെ ഇപ്പൊ ഓടിപ്പോയി കുളിച്ചിട്ട് വരിക ചെയ്ത്. അവരൊക്കെ വിഷമിരിക്കല്ലേ. കട സൗണ്ട് ഉണ്ടാക്കണ്ട എന്താ ചോട്ടോ. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി തണുത്തപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. നല്ല ടേസ്റ്റ് ഉള്ള കറിയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു നല്ല കറിയായിരുന്നു. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ചാണ്. ഒട്ടും ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തതേ ഇല്ല കഴിച്ചപ്പോൾ എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അച്ഛനും മോനും കൂടെ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ മാങ്ങ ചെത്താന്ന് വിചാരിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഭയങ്കര അഡിക്ഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. ഇതിനകത്ത് അണ്ടി അധികം ഉണ്ടാവില്ല, ഫുൾ മാങ്ങയാണ്, നല്ല മധുരമാണ്, നല്ല കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ. അങ്ങനെ അലിഞ്ഞു പിലിഞ്ഞൊന്നും നിൽക്കുന്ന മാങ്ങയല്ല. അപ്പൊ ഇവരിവിടെ കമ്പ്യൂട്ടറിൽ ഇതാ ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഫോർക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ് എല്ലാവർക്കും കഴിക്കാനായിട്ട്. മറ്റേത് കയ്യിലാക്കാൻ എല്ലാവർക്കും മടിയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകി കഴിഞ്ഞാൽ വീണ്ടും അത് കയ്യിലാക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. എനിവേ, ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഒരു മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഒട്ടും അറിഞ്ഞില്ല കേട്ടോ. സൗണ്ട് ഒന്നും ഉണ്ടായില്ല. മഴയൊക്കെ ഇങ്ങനെ ഭയങ്കര മഴയല്ല, എന്നാലും ചാറ്റൽ മഴയാണ്. വെറുതെയായി ഞാൻ ആറിയിട്ടത് മൊത്തം ഫുൾ നനഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു വിഷ്വല് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഇത്രയും വണ്ണം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഒരു ഗുണ്ടുമണി ലുക്കായിട്ടുണ്ട്. മിക്കവാറും താഴെ കമന്റ് വരുമായിരിക്കും. ഞാൻ അതൊന്നും വലിയ പ്രശ്നമാക്കുന്നില്ല കേട്ടോ. എനിവേ, ഇനി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിടുക. ഇതൊരു വലിയ പണി പോലെയാണ്. എനിക്കും എന്തോ ഒരു മടിയാണ് സാധാരണ ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്, വേറെ ആരും ചെയ്യാനില്ലല്ലോ. അപ്പൊ വേറെ ആരും ചെയ്യാനില്ലാതാവുമ്പോൾ നമ്മൾ തന്നെ ചെയ്യാന്നുള്ളതാണ്. എനിവേ, ഇങ്ങനെ കയറി മറിഞ്ഞ് ഒക്കെ വേണം ചെയ്യാനായിട്ട്. തിരിച്ച് റൂമിലെത്തി.
വലിയ അബദ്ധമായിപ്പോയി. മഴ പെയ്തത് ശരിക്കും ഉള്ളോട്ട് ഒട്ടും സൗണ്ട് കേട്ടില്ല എന്നുള്ളതാണ്. അവിടെ അച്ഛനും മോനും ഭയങ്കര ചെസ് കളിയാണ്. അവരാരും അറിഞ്ഞതുപോലെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാനാണെങ്കിൽ അടുക്കളയിൽ മാങ്ങയൊക്കെ ചെത്തി പിന്നെ അവരുടെ കുറച്ചു നേരം പോയി ഇരുന്നപ്പോ ഞാനും അറിഞ്ഞില്ല. ഇനി എന്താ വെച്ചാൽ ഞാൻ ഇവിടെ റൂമിൽ വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചേരം എന്താ ചോട്ടു ഇത്രയും സൗണ്ട് ആണോ? ഒന്നുമില്ല, ഞാൻ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊന്ന് ചെയ്യായിരുന്നു. ആണോ? പൊക്കോളൂ. ഓ അത് വൺ സൈഡ് കമ്പ്യൂട്ടർ ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുക. ചോട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. മലയാളം ചോദിക്ക് ചോട്ടാ. ഏതൊക്കെ ആൻസർ ചെയ്യും നോക്കട്ടെ. തെങ്ങിന്റെ പരിഹാരം ചോട്ടു. കേരം കൽപ്പവൃക്ഷം. പിന്നെ തത്ത. തത്ത ശുഭം. ശുഭോ തത്തയുടെ പര്യായോ? ശുഭം. ശുഗം. ശുഗം. ശുഗം കായാണ്, ശുഭമല്ല. ശാരിക. ശാരിക. കീരം. ഒരു പരി തത്തയുടെ ശബം. ശുഗം. 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 ശാരിക. കീരം. തെങ്ങിൻ്റെത് തെങ്ങ് കൽപ്പവൃക്ഷം. കേരം. അച്ഛനമ്മമാരെ കാണാത്തതിനുള്ള വിഷമം. സ്വാതന്ത്ര്യം കിട്ടാത്തതിലുള്ള വിഷമം. അപ്പോൾ ശിശോപേട്ടൻ ചോട്ടുവിനെ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയത് കാരണം എല്ലാം മൊബൈലിലേക്ക് വാട്സപ്പ് ത്രൂ അവർ വർക്ക്സ് എല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. ടീച്ചേഴ്സ് പ്രസന്റേഷൻ സ്കൂളിലാണ് പഠിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് നമ്മുടെ കോളറിക്കിനുള്ള വാട്സപ്പിൽ വന്ന മെസ്സേജസ് ഒക്കെ റീഡ് ചെയ്ത് അതിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു കോളിംഗ് ബെൽ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ഷാജിയേട്ടൻ. അപ്പോൾ ഷാജിയേട്ടൻ ഇന്ന് കേരള നടനം ഡാൻസ് അസോസിയേഷന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ വരുൺ. അപ്പം വരുൺ, ബ്ലൂ ടീഷർട്ട് ഇട്ടത് ദിനു, ബ്ലാക്ക് ഷർട്ട് ഇട്ടത് രാകേഷ്, താഴെ ഇരിക്കുന്നതാണ് ഷാജിയേട്ടൻ. ഓക്കെ, അപ്പോൾ വരുൺ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ബേക്കറി സാധനങ്ങളെല്ലാം. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു, ഫ്രഷ് ആയിരുന്നു. അതാണ് ഏറ്റവും അത്. നമുക്ക് ബേക്കറി സാധനം കുറച്ച് പഴക്കമുള്ളതാകുമ്പോൾ ഭയങ്കര ഹാർഡ് ആവുമല്ലോ കേക്കും അതുപോലെ തന്നെ ഈ സ്വീറ്റ് ബണ്ണൊക്കെ. അപ്പോൾ കാപ്പി കുടിക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടെ. ചോട്ടു ഇവിടെ പോയി. ഇത് വരുൺ കൊണ്ടുവന്നതാ. വരുൺ എടുക്ക്. വരുണേ അത് തിനു ചെയ്തതാ, കണ്ടറിഞ്ഞൂടെ? ആ കുഴപ്പമില്ലടാ, ഞാൻ ശരിയായിക്കോളാം. ഇവിടെ ടേബിളിലിരുന്ന് കഴിച്ചോ. എല്ലായിടത്തും പൊടി ആക്കണ്ടല്ലോ. അത് ചോട്ട് സീലിംഗ് ഹൈറ്റിൽ ഇങ്ങനെ ഫുള്ള് വെച്ച് പോവും. എന്താണ് ഇവിടെ രണ്ടാക്കും പണി? അയ്യേ എടാ, ഇത് വൃത്തിയില്ലാന്ന് ഞാൻ ചോട്ടിനോട് പറഞ്ഞതാണേ. എന്നിട്ട് ഇതിലിരിക്കാൻ പോവാ. എന്തിനാ ഇത് ക്ലീൻ ചെയ്യുന്നത്? എടാ, ഇത് സ്വിമ്മിംഗ് പൂൾ ആക്കാൻ പറ്റൂല. ഇത് ഹൈറ്റ് ഇല്ലേ ചോട്ടു? അല്ല, അതിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് നന്നാവൂല. കെട്ടി നിൽക്കുന്ന വെള്ളം കേട്ടോ ചോട്ടു.
ഡേ ഇൻ മൈ ലൈഫാ. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായില്ല കളിക്കണ്ടെന്ന് കേട്ടോ. ഇതില് ഫുള്ള് വെള്ളമുണ്ടേ ചോട്ടു. തുളസിമാല കെട്ടുന്നു. നിന്റെ കൈകൾ മാത്രമേ ഉള്ളൂ, ഓടണ്ട. നല്ല ഭംഗി ഉണ്ടാവുന്നത്. അതിന്റെ വേറെ ടൈപ്പ് ഉണ്ടാവും. ഷാജിയേട്ടൻ ഇനി ഇതൊക്കെ എന്റെ ഡേ ഇൻ മൈ ലൈഫിൽ കാണുമ്പോ ഷാജിയേട്ടൻ ഇതൊക്കെ ഒരു ഓർമ്മയാവും. അതാണ്. അപ്പോൾ ഷാജിയേട്ടനെ എല്ലാവരും കൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാജിയേട്ടന്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള നടനമാണ് ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് ഡാൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഇപ്പം ഓൺലൈൻ ആണല്ലോ എല്ലാം. അപ്പൊ ഈ ഓൺലൈനിൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചില വീക്സിലൊക്കെ ഇപ്പൊ ചില ദിവസം ഭരതനാട്യത്തിന്റെ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന്റെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു ഇതില് കേരള നടനായിരുന്നു. അപ്പൊ ഷാജിയേട്ടൻ കേരള നടനം ചെയ്യാൻ പോവാണ്. അപ്പൊ രാകേഷാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ബാക്കി ദിനുവും അതുപോലെ തന്നെ വരുണും എല്ലാവരും കൂടെ ഇങ്ങനെ ഷാജിയേട്ടനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ കേരള നടനം ഈ ഐറ്റം ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ദിനു ആണ് ഷാജിയേട്ടന് വേണ്ടിയിട്ട്. ബേസിക്കലി എല്ലാവരും ഡാൻസേഴ്സ് ആണ്. ഷാജിയേട്ടൻ ശരിക്കും നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ അവിടെ കോഴിക്കോടുള്ളവർക്കാണെങ്കിലും ഈ ഒരു കലാ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഷാജിയേട്ടനെ. അപ്പോൾ ഷാജിയേട്ടൻ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിവേ ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ലായിരുന്നു, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എസ്പെഷ്യലി എന്റെ വീട്, ഞാനും ശിശുഭരണും മോനും മാത്രമുള്ള ഒരു വീട്ടിൽ ഇവരെല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മളെല്ലാവരും ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്ക് എന്റെ ലൈഫിലെ ഒരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്താ, ഷാജിയേട്ടനൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഒരു 3 മിനിറ്റ്സോളം ഉള്ള ഒരു ക്ലിപ്പായിരുന്നു. അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഗണപതിനെയും അതുപോലെ തന്നെ നടരാജ വിഗ്രഹവും ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടെ വിളക്ക് വെച്ചിട്ടാണ് ഷാജിയേട്ടൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ കാണിച്ചു തരാം. ഷാജിയേട്ടന്റെ ചെറിയൊരു ബിറ്റും ഇടാം കേട്ടോ, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത് എന്നൊക്കെ ഉള്ളത്. ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളതിങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തു, നമുക്കത് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്നേ കേട്ടോ. ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ഒന്നുമില്ല, പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ആയിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു.
അതുകൂടാതെ നമ്മൾ കുറച്ച് പുറത്തുനിന്നും വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കത്തി അടിച്ചുകൊണ്ടിരിക്കുക. പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവര് കുറച്ച് ലേറ്റ് ആയിട്ടോ പോവാനായിട്ട്, കുറച്ചു നേരം ഇവിടെ കുടുങ്ങിപ്പോയി എന്ന് പറയാൻ വേണം സത്യം. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് വെയിറ്റ് കൂടി, ഞാൻ 69 kg ആയി എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രാകേഷും ചോട്ടും കുറച്ചും കൂടെ ക്ലോസ് ആണ് കേട്ടോ. മറ്റുള്ള എല്ലാവരേക്കാളും കുറച്ചുകൂടെ ക്ലോസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്, രക്തബന്ധത്തെക്കാളും ഉപരി ചില ബന്ധങ്ങൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത്. അപ്പോൾ അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ദൈവം അറിഞ്ഞു തന്ന സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും തന്നെ. ഈ ഒരു സമയത്ത് എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നത് സോഷ്മേച്ചിനെയാണ്. സോഷ്മേച്ചിക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സോഷ്മേച്ചി കൂടെ വരേണ്ടതായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിശുവേട്ടൻ നല്ല ടയേർഡാണ്, തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശിശുവേട്ടൻ കിടന്നു കേട്ടോ. അപ്പോൾ ചോട്ടു പാവം അമ്മ വാ, അമ്മയും കൂടെ വന്നിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ, ലവ് യു.